ഹായ് ഫ്രണ്ട്സ്, ഇത് ആദിയും വേദയും. ഞങ്ങൾ ഞായറാഴ്ച ഒന്ന് വെളിയിൽ പോയതാണ്. അപ്പോൾ വെളിയിൽ പോയ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് മോളിലാണ് പോയത്, കോഴിക്കോട്. അങ്ങനെ അവിടെ പോയണ തന്നെ ആദിക്കും വേദയ്ക്കൊക്കെ കളിക്കാൻ കാരണം അങ്ങനെ ഞങ്ങൾ റീചാർജൊക്കെ ചെയ്ത് ഞങ്ങൾ കളിക്കാൻ വേണ്ടി കയറി. അങ്ങനെ ആദ്യം കുറച്ച് വേദൻ്റെ റൈഡിൽ കയറി, പിന്നെ അതിനുശേഷം ആദിൻ്റെ റൈഡിലായി. പിന്നെ അതിലിങ്ങനെ കയറി അത് കുറേ നേരം കളിച്ച് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് ഇറങ്ങി. അങ്ങനെ അതിലെത്ര ടോപ്പറാവാമെന്നൊക്കെ നോക്കി. അതിൽ അവന് 4 പ്രാവശ്യം അടിച്ച് നോക്കി. 4 പ്രാവശ്യം അവന് 10 എന്നാണ് വരുന്നത്. എന്താ അമ്മേത് എപ്പോൾ നോക്കിയാലും 10 വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ആ കളി വെച്ച് പോയി. അത് കഴിഞ്ഞപ്പോഴേക്ക് വേദയ്ക്ക് വിശക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കഴിക്കണവിടെ പോയിരുന്നപ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. അപ്പോൾ അവളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസും അൽഫാമും പിന്നെ അതിൻ്റെ പേരേക്ക് അറിയില്ല കേട്ടോ, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ കഴിച്ചു. വേദക്കുട്ടിയും ആദിയും അവൻ്റെ അപ്പച്ചിയും ഞാനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു. വേദയാണെങ്കിലും ആദ്യം എന്താ വെച്ചാൽ നല്ല വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നന്നായി കഴിച്ച്. ആദിക്ക് പൊതുവെ ഈ സോസ് മയോണൈസ് അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും കളിക്കുന്നവിടേക്ക് തന്നെ വന്നു. പിന്നെ രണ്ടുപേരും വീണ്ടും കളിക്കാൻ തുടങ്ങി. കുറേ നേരം ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറിനൊക്കെ 400 രൂപ അങ്ങനെയൊക്കെ കൊടുക്കണം. അങ്ങനെ ഇതിൽ വേദ എവിടെയും കയറി. പിന്നെ അവൻ്റെ വേറെ ഗെയിം സെക്ഷനിലേക്ക് അവൻ പോയി. അങ്ങനെ അവൻ അവിടെയും കളിക്കാൻ പോയി. വേദയും ഞാനും ഇവിടെയും അപ്പച്ചിയും അവനും അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. വേദൻ്റെ വീഡിയോസാണ് എടുത്തത്. അവൾക്കാണെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം കളിക്കും. പക്ഷെ അവൾക്ക് ജലദോഷവും ചുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറാത്തതുകൊണ്ട് ഞങ്ങൾ 1 മണിക്കൂർ ടൈമിന് എടുത്തിട്ട് 1 മണിക്കൂറൊന്നും നിന്നില്ല. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അവിടെ നിന്ന് നിർത്തി പോന്നു. ഒരു അരമണിക്കൂറായപ്പോൾ തന്നെ അങ്ങനെ അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി വന്ന് ആ കുട്ടി അവളുടെ മേലെ തട്ടിപ്പോയി. അത് കാരണം അവൾ പിന്നെ കളിക്കാൻ വയ്യ പറഞ്ഞിട്ട് പിണങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ കളിക്കുന്നവിടെ പോയി ഞങ്ങൾ കുറേ നേരം ഇരുന്നു. ഞങ്ങൾ ഒരു 11 മണിക്കൊക്കെയാണ് നമ്മളിവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ അവിടെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ടാവും. കുറച്ച് നേരം കളിച്ച് പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ഏകദേശം കളിച്ച് കഴിയാനായിട്ടുണ്ട് കേട്ടോ. കാരണം ഒക്കെ ഏകദേശം ക്ഷീണം പിടിച്ച് ബോളൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും അവളുടെ ഏകദേശം അവളുടെ കളി ലാസ്റ്റ് ടൈം ആയിരിക്കണം. 1 മണിക്കൂറാണ് പറഞ്ഞ, അരമണിക്കൂറായുള്ളൂ. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സ്നോ ഫാൻറ്റസിയൊക്കെ ഞങ്ങൾ മേലിൽ നിന്ന് താഴേക്ക് നോക്കി അതിലൊക്കെ പോകണം പറഞ്ഞു. പിന്നെ അതിനെയും കൂട്ടി ഞങ്ങൾ കുറച്ച് അവളെടുത്ത ഡ്രസ്സ് അവൾക്ക് വാങ്ങിച്ച്, പിന്നെ കയ്യിലിടുന്ന വളകൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ വന്നത്. പിന്നെ അവിടെ വന്ന് കുറേ നേരം ബീച്ചിൽ ഒരു ബലൂൺ മേടിച്ചു കൊടുത്ത്, പിന്നെ പട്ടമൊക്കെ മേടിച്ച്. ആദിക്ക് പട്ടം. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിറങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ഗാർഡ്സ് വെള്ളത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് ഇറങ്ങേണ്ടപ്പോൾ ഒന്നാമത് മഴയും അതൊന്നൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരിറങ്ങാൻ താക്കില്ല. അപ്പോൾ പിന്നെ വേദ ഇവിടെ തന്നെ അങ്ങനെ മണ്ണിൽ തന്നെ കളിച്ചിട്ടിരുന്നു. അങ്ങനെ വലിയൊരു കുഴിയൊക്കെ കുത്തി അവൾ ഇങ്ങനെ ഇരിക്കുക. പിന്നെ വെള്ളം വന്നു കേട്ടോ. കുറേ നേരമുണ്ട് ഇതിൽ. വീഡിയോ നമ്മൾ ഫാസ്റ്റ് ആക്കിയിട്ടാണ്, പക്ഷെ കുറേ നേരം ഒരു 4 മിനിറ്റോളമൊക്കെ ഈ കുഴി ഉണ്ടാക്കിയിട്ട് പിന്നെയാണ് വെള്ളം വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ വന്ന് അതിൽ വെള്ളമൊക്കെ ആക്കി പിന്നെ അവിടെ കുറേ നേരം കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ മഴ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അപ്പച്ചിയും കൂടെ വേറെ സ്ഥലത്താണ് പട്ടം മറത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങളാണെങ്കിൽ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് കളിക്കുന്നത്. അങ്ങനെ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഏകദേശം കുഴി ഈ വെള്ളം ഒരു പ്രാവശ്യം വന്നു പോയി. പിന്നെയും അവൾ കുഴി ഇങ്ങനെ ആഴത്തിലാക്കിക്കൊണ്ടിരിക്കുക. വെള്ളം ഇപ്പോൾ വരുന്നു പറഞ്ഞിട്ട്
വേറെയും കുട്ടികളൊക്കെ അടുത്ത് വന്ന് കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോഴൊന്നും വെള്ളം വന്നേയില്ല. അവൾക്ക് പിന്നെ കുറേ കളിച്ചപ്പോൾ അങ്ങനെ കളിച്ച് പോകണമെന്നൊന്നുമില്ല കേട്ടോ. കളിക്കുന്നുണ്ട് അവളെന്തായാലും. അതിൽ തന്നെ മണലിൽ തന്നെ കുറേ കളിക്കുന്നുണ്ട്. വെള്ളം വന്നില്ലെങ്കിലും ക്ഷമയോടെ ഇരുന്ന് കളിക്കുന്നുണ്ട്, കാത്തിരുന്നിട്ട്. അങ്ങനെ അവളുടെ കുഴി അത്യാവശ്യം വലിയതായി. അപ്പം ഞാൻ ഇടയിൽ കൂടെ ചോദിക്കുന്നുണ്ട് ഇതെന്താ, ഞാൻ ഇപ്പോൾ ചോദിക്കാം എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും പറയണമൊന്നുമില്ല കേട്ടോ. അവൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ വെള്ളം വരുന്നില്ല. ഞാൻ വെള്ളം വരാത്തതുകൊണ്ട് വിഷമമായെന്നൊക്കെ ചോദിച്ച് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളം വരാത്തതുകൊണ്ട് വിഷമമൊന്നും ആയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വെള്ളം വന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ മൊത്തം നിറഞ്ഞപ്പോൾ അവള് ഇങ്ങനെ പൊങ്ങി വെച്ചതൊക്കെ വെള്ളം അടിച്ചുകൊണ്ട് പോയി. അപ്പം അതിനെയൊക്കെ അവൾ തന്നെ പരത്തുക. എന്നിട്ട് പിന്നെ അവൾ ആ വെള്ളത്തിൽ അങ്ങ് കാലൊക്കെ കഴുകുകയാണ്. നിന്നിട്ട് കാലൊക്കെ കഴുകി. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കാല് കഴുകി കഴിഞ്ഞപ്പോൾ നമുക്ക് പോവല്ലേ, കാല് കഴുകി കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളൊരു വലിയ മല പോലൊരു ഇതും കൂടി ഉണ്ടാക്കിട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെ പോയിട്ട് അതുണ്ടാക്കി. പിന്നെ മണ്ണ് എറിഞ്ഞ് കളിക്കാന്ന് പറയും. മണ്ണെടുത്തിട്ട് വെള്ളം വരുന്ന സമയത്ത് അങ്ങോട്ട് എറിഞ്ഞ് കളിക്കുകയാണ്. അവളൊക്കെ ഇങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ആദ്യം പട്ടമരത്തിനവിടേക്ക് വന്നു. പിന്നെ അവൾക്ക് ഈ പട്ട വേണമെന്നായി. അങ്ങനെ പട്ട അവൾക്ക് കൊടുത്ത് പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടി പോയി. ഉപ്പിലിട്ടത് മാങ്ങയൊക്കെ മേടിച്ച് കഴിച്ച് ഈ ഒരു പീസ് മാങ്ങ തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ പൈനാപ്പിള് മേടിച്ചു കൊടുത്തത്, ഉപ്പൊന്നും ഇല്ലാതെ പൈനാപ്പിൾ മേടിച്ചു കൊടുത്ത്. അങ്ങനെ അതൊക്കെ കളിച്ച് ഞങ്ങൾ പിന്നെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ മെല്ലെ കയറി. അടുത്ത് ഞങ്ങൾ ഒരു മന്തി മാത്രം കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മന്തിയൊക്കെ വാങ്ങിച്ച് മന്തിയൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നു. അത്ര തന്നെ ഇന്നത്തെ വീഡിയോ.